ഹലോ ഫ്രണ്ട്സ്, അപ്പം നമുക്കിന്ന് അവയ്ക്കോടോ വെച്ചൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. ഇപ്പം വീട്ടിൽ പുട്ടോ കടലയോ സാമ്പാറോ ദോശയോ ഒക്കെ ഇല്ലെങ്കിലും ഏറ്റവും സിമ്പിളായിട്ടും ഏറ്റവും ഹെൽത്തി ആയിട്ടും നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. അപ്പം കമാൻ, ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അവയ്ക്കാഡോ ടോസ്റ്റാണ്. അപ്പം അവയ്ക്കാഡോ ആൻഡ് ബ്രെഡ്. അപ്പം ഞാൻ കുനുകുന ചോപ്പ് ചെയ്ത ഒനിയൻ, അവയ്ക്കാഡോ, കുറച്ച് പെപ്പർ പൗഡർ, സോൾട്ട്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യാൻ കുറച്ച് പാടാണല്ലോ. അപ്പോൾ പാൻ വെച്ചു, അതിലേക്ക് ബട്ടർ ഇട്ടു, ബ്രെഡിൻ്റെ സ്ലൈസ് ഇട്ടു. ഞാനിവിടെ ഒരു ബ്രെഡാണ് എടുത്തേക്കുന്നത്, കാരണം ഇത് കുറച്ച് ഹെവിയാണ്. അപ്പോൾ 2 എണ്ണം കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അനങ്ങാൻ പറ്റത്തില്ല. കുറച്ച് ഹെവി ആയിരിക്കും, പിന്നെ വിശക്കത്തൊന്നുമില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ ഒരെണ്ണേ എടുത്തിട്ടുള്ളൂ. ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ആവട്ടെ. അപ്പോൾ ബ്രെഡ് ഞാൻ ടോസ്റ്റ് ചെയ്ത് ചെറുതായിട്ടൊന്നും കരിഞ്ഞിട്ടുണ്ട്, ചെറുതായിട്ട്. ഇറ്റ്സ് ഓക്കെ. ഈ അവയ്ക്കാഡോ ടോസ്റ്റിലെ ഏറ്റവും കോമ്പിനേഷനായിട്ട് വരുന്ന ഈ എഗ്ഗാണ്. അപ്പം എഗ്ഗ് നമുക്ക് പൊട്ടിക്കാം. കുറച്ച് പെപ്പർ, ലേശം ഉപ്പ്, ആൻഡ് ദ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ ചില്ലി ഫ്ലേക്സ് ആണ്, ഒരു ചെറിയൊരു എരിവ് കിട്ടാൻ വേണ്ടിയിട്ട്. ആ ഒരു ഗ്യാപ്പിൽ ഈ അവയ്ക്കാഡോ പേസ്റ്റ് നമ്മൾ ഈ ടോസ്റ്റിലേക്ക് ഇങ്ങനെ തേച്ച് കൊടുക്കുകയാണ്. കാണാൻ തന്നെ നല്ല രസമില്ലേ? ഇത് ചിലപ്പോൾ എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും, പക്ഷെ എൻ്റെ ഒരു ഗോ ടു ബ്രേക്ക്ഫാസ്റ്റ് ഇത്. ഇവിടെ ഒന്നുമില്ലെങ്കിലും ഞാൻ ഈ ഒരു സാധനം വെച്ചാണ് എൻ്റെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് നീക്കുന്നത് ഡെയിലി. കാരണം നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവർക്കും അവയ്ക്കാഡോയുടെ ടേസ്റ്റ് ഇഷ്ടമാകത്തില്ല, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടം. മുട്ട എടുക്കാം. ഈ എഗ്ഗ് ഞാൻ തിരിച്ചിടുന്നില്ല, എനിക്ക് ഇങ്ങനെ തന്നെ കഴിക്കുന്നത് ഇഷ്ടം. അപ്പോൾ ഇനി കഴിച്ചു നോക്കിയാലോ? അവയ്ക്കാഡോ ഇഷ്ടമുള്ളവർക്ക് ഇതെന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. കാരണം ഈ എഗ്ഗ് കണ്ടോ, അതിൻ്റെ യോക്ക് ഞാൻ പൊട്ടിച്ചിട്ടില്ല. അതുപോലെ തന്നെ അവയ്ക്കാഡോ പേസ്റ്റ്, പിന്നെ ഇതിനകത്ത് ഒലിവ് ഓയിൽ വരുന്നുണ്ടല്ലോ, പിന്നെ ആ ബട്ടറിൽ ടോസ്റ്റ് ചെയ്ത ആ ഒരു ബ്രെഡും കൂടെ ആകുമ്പോൾ നല്ല കോമ്പിനേഷൻ. ഇത് ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്ക്, കഴിച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഭയങ്കര ഈസിയാണ്. ഒരെണ്ണം കഴിച്ചാൽ തന്നെ ഫുള്ളാണ്, വേണമെങ്കിൽ 2 എണ്ണം കഴിക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക്. ബൈ ബൈ.